السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد أعظم في الله صلاة دائمة بدوام ملك الله. ഏറ്റവും സ്നേഹം ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഒരു മുഅ്മിനായ മനുഷ്യൻ, അത് സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ, നിസ്കരിക്കുമ്പോൾ നിസ്കാരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നാം ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സുന്നത്ത്. അതെല്ലാ ആളുകളും പലപ്പോഴും ആ വിഷയത്തിൽ ശ്രദ്ധിക്കുന്നില്ല എന്ന് തന്നെ പറയാം. അത് എത്ര വിവരമുള്ളവരാവട്ടെ ഇല്ലാത്തവരാവട്ടെ, ആ വിഷയത്തിൽ ഒരുപാട് ആളുകൾ അശ്രദ്ധരായി പോകുന്നുണ്ട് എന്നുള്ള ഉറപ്പാണ്. അത് നിങ്ങൾ തന്നെ ഓരോരോ മഹലിൽ നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ അറിയും. ഓരോ ആളുകളും നിസ്കരിക്കുമ്പോൾ പരിശോധിക്കാം. എന്താണത്? പ്രധാനപ്പെട്ട തുടക്കത്തിൽ തന്നെയുള്ള സുന്നത്താണ് നിസ്കാരത്തിൽ. ആ ഒരു സുന്നത്ത് പലപ്പോഴും പല ആളുകളും പഠിച്ച് എല്ലാം കഴിവുള്ള ആളുകളിൽ പോലും സംഭവിച്ചു പോകുന്നുണ്ട്. അതാണ് വിഷയം. ആ ഒരു കാര്യം നാം ശ്രദ്ധിച്ചേ പറ്റൂ. കാരണം നമ്മൾ ഫത്ഹുൽ മുഈനിലും മറ്റുള്ള എല്ലാ ഫിഖ്ഹുകളിലും അത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. തക്ബീറത്തുൽ ഇഹ്റാം, ആ തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൻ്റെ ഫർള് 14 അതിലൊന്ന് നിയ്യത്താണ്, രണ്ടാമത്തെ തക്ബീറത്തുൽ ഇഹ്റാമാണ്. ആ തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറഞ്ഞാൽ അല്ലാഹു അക്ബർ എന്ന് പറയുന്ന തക്ബീർ പറയൽ എന്താണ്? നിർബന്ധമാണ്, ഫർളാണ്. നിസ്കാരത്തിൻ്റെ ഫർള് രണ്ടാമത്തത് തക്ബീർ പറയലാണ്. അത് ഈ കെട്ട് എന്ന് പറയുന്ന കാര്യമുണ്ട്, അത് സുന്നത്താണ്. അല്ലാഹു അക്ബർ എന്ന് പറയൽ സുന്നത്തല്ല, ഫർളാണ്. അത് പറയണം. അപ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറയുന്നതിന് പകരം അവിടെ അക്ബർ എന്ന് പറഞ്ഞെടുത്ത് അല്ലാഹു കബീറ, അല്ലാഹു ആലം, അല്ലെങ്കിൽ അല്ലാഹു അക്ബർ അല്ലാഹു എന്നൊന്നും പറ്റൂല. അവിടെ അല്ലാഹു അക്ബർ എന്ന് തന്നെ പറയണം. ഇദാ കുംത ഇലസ്സലാത്തി ഫകബ്ബിർ, അത് ഹദീസിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഫത്ഹുൽ മുഈനിൽ തന്നെ പറയുന്നുണ്ട്. വസാനിയ തക്ബീറത്തു തഹറം എന്ന് പറഞ്ഞിട്ട് ഖബറിൽ മുത്തഫഖുൻ അലൈഹി ആയ ഹദീസ് അവിടെ പറയുന്നു. ഇദാ കുംത ഇലസ്സലാത്തി ഫകബ്ബിർ എന്ന് പറയുന്നു. എന്തിനാണ് തക്ബീറത്തുൽ ഇഹ്റാം അവിടെ തക്ബീറത്തുൽ ഇഹ്റാം എന്ന് കൊണ്ടുവരാൻ കാരണം? അല്ലാഹു അക്ബർ എന്ന് പറയുന്നതിന് മുമ്പ് പറയുന്നുണ്ട്, സുമ്മിയ ബിദാലിക ലഅന്നൽ മുസല്ലി യഹ്റമു അലൈഹി ബിഹി മാ കാന ഹലാലൻ ലഹു ഖബ്ലഹു എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൻ്റെ മുമ്പ് ഹലാലായ മുഴുവൻ കാര്യങ്ങളും തക്ബീർ അല്ലാഹു അക്ബർ പറയലോട് കൂടെ ആ എന്താണ് ഹലാല്, അത് എനിക്ക് പറ്റൂല, ഹറാമായി പോകും എന്ന് പറഞ്ഞാൽ അല്ലാഹു അക്ബർ കൈ കെട്ടിക്കഴിഞ്ഞാൽ ആ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ മുമ്പ് നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കൽ, ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കൽ, നമ്മൾ വിളിക്കൽ, ഇവിടെ വെക്ക്, ഇവിടേക്ക്, അങ്ങോട്ട് വാ, സഫാകി, ഇതൊക്കെ പറയലപ്പോഴാണ് തക്ബീറിൻ്റെ മുമ്പാണ്. തക്ബീർ കെട്ടിയാൽ പിന്നെ ഒന്നും മുണ്ടൂല, ആരും മുണ്ടൂല, മുണ്ടാൻ പറ്റൂല നിസ്കാരത്തിൽ. അതുകൊണ്ടാണ് തക്ബീർ രണ്ടാമത്തെ ഫർളാണ് തക്ബീറത്തു തഹറം, അല്ലാഹു അക്ബർ എന്നാണ്. തക്ബീർ തഹറം എന്നാൽ അല്ലാഹു അക്ബർ എന്ന് പറയുന്ന ആ വാചകം. അത് പറഞ്ഞാൽ പിന്നെ അവിടെ മുണ്ടാൻ പറ്റില്ല, സംസാരിക്കാൻ പറ്റൂല. നേരത്തെ അതിന് മുമ്പ് നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിരുന്നു, അത് പറ്റൂല, സംസാരിക്കാൻ പറ്റൂല. ഇതൊക്കെയാണ് അതുകൊണ്ടുള്ള കാരണം. രണ്ടാമത്തെ ഫർള് അല്ലാഹു അക്ബർ എന്ന് പറയുന്ന തക്ബീർ. ആ തക്ബീറിൽ നമ്മൾ കൈ കെട്ടേണ്ടതാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത്. അതുപോലെ എങ്ങനെയാണ്? ഇമാം നബിയുല്ലാഹു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. തക്ബീറത്തു തഹറമിൻ്റെ ഇബ്തിദാ എങ്ങനെയാണ്, അതിന് ഇൻതിഹാവ് എങ്ങനെയാണെന്ന് എന്ന് പറഞ്ഞാൽ നമ്മൾ കൈ സ്റ്റഡിയായി നിൽക്കുന്ന സമയത്ത് തന്നെ ആ എന്ന് പറയുന്ന റാ എന്ന് പറഞ്ഞ റാ ഉണ്ടല്ലോ, ആ റാ പറയുമ്പോഴേക്ക് നമ്മളിവിടെ ഈ ചെവിക്കൊണ്ടിൻ്റെ നേരെ ആയിരുന്നു സ്റ്റോപ്പ് ആവണം. എന്ന് പറഞ്ഞാൽ അല്ലാഹു അക്ബർ, ഇവിടത്തെ കഴിഞ്ഞു, ഇങ്ങോട്ടേക്ക് എന്തില്ല, ഫ്രീയായിട്ട് വിടലാണ്. പിന്നെ ചില ആളുകളുണ്ട് അല്ലാഹു അക്ബർ, അതല്ല സുന്നത്ത്, അതൊരിക്കലും സുന്നത്താകുന്നില്ല. ഇമാം നബിയുല്ലാഹുവിനെ പഠിപ്പിച്ചത് അതാണ്. ഫത്ഹുൽ മുഈനിലും പറയുന്നത് അങ്ങനെയല്ലേ. അപ്പം എന്താണ്? തുടങ്ങുമ്പോൾ അവൻ ആ എന്ന് പറയാം അല്ലാഹ് രണ്ടും ഒന്നിച്ച് മുഖാറിനായിക്കൊണ്ട് തന്നെ വരണം. അല്ലാഹു അക്ബർ, ഇവിടെ സ്റ്റോപ്പായി അല്ലാഹു അക്ബർ എന്നുള്ളത്. പിന്നെയാണ് കൈ ഇങ്ങനെ ആക്കൽ, പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടൊന്നും പറയണ്ട. അതാണ് സുന്നത്ത്. ആ സുന്നത്ത് ഭൂരിപക്ഷം ആളുകളും ഇല്ലാതെയാക്കുന്നുണ്ട്, പറയുന്നില്ല. അവിടെയാണ് വിഷയം. എല്ലാവരും പറഞ്ഞത് എങ്ങനെയാണ്? അല്ലാഹു അക്ബർ, അതല്ല, അങ്ങനല്ല സുന്നത്ത്. തക്ബീർ അല്ലാഹു അക്ബർ പറയൽ ഫർളാണ്, നിസ്കാരത്തിൻ്റെ രണ്ടാമത്തെ ഫർള് തക്ബീറത്തു തഹറമാണ്. പക്ഷെ അതിൽ കൈകെട്ടലുള്ള സുന്നത്ത് എന്നുള്ള ഈ കാര്യമുണ്ടല്ലോ, അത് തുടങ്ങേണ്ടത് അല്ലാഹു അക്ബർ ആ പറയുമ്പോൾ തന്നെ കൈ ഇങ്ങനെ ഉയർത്തി രണ്ടൊന്നിച്ചിട്ട് അക്ബർ എന്ന് പറയുന്നത് ആ പറയുമ്പോഴേക്ക് സ്റ്റോപ്പ് ആവണം, ഇവിടെ ചെവിക്കൊണ്ട് നേരെ.
അവിടെ നിന്ന് ഇങ്ങോട്ടൊന്നും പറയില്ല, ഇങ്ങോട്ട് വരുത്തന്നെയാണ്. പക്ഷെ ആ വിഷയത്തിൽ ഒരുപാട് മുഅ്മിനും മുഅ്മിനാത്തുകളുടെ ശ്രദ്ധയിൽ അത് പറയുന്നേയില്ല. ഇവിടെ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് ഈ കാണുന്ന യൂട്യൂബിലുള്ള മുഴുവൻ ആളുകളും പരസ്പരം ഇത് ഷെയർ ചെയ്ത് എല്ലാത്തിനും എത്തിക്കുകയും പോകണം. ഇതോടെ ഇമ്പോർട്ടായ വിഷയമാണ്. നിസ്കാരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ സുന്നത്ത് നിങ്ങൾ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ സുന്നത്ത് സാരമായിട്ടാണോ? നിസ്കാരത്തിൻ്റെ മഹത്വം ഇത്ര ദർജ ഉണ്ട്, ഒരു നിസ്കാരം ഇത്ര ഉണ്ടൊക്കെ പറയുമ്പോൾ സുന്നത്തെല്ലാം കൂട്ടണോ? സുന്നത്തെല്ലാം കൂട്ടണ്ടേ? അപ്പോഴല്ല അതിൻ്റെ ഒരു മഹത്വം ഉണ്ടാകരുത്. ഒരു ബിരിയാണി കൊണ്ടുവച്ചാൽ ബിരിയാണിക്കപ്പുറത്ത് അതിൻ്റെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ അതിന് അച്ചാറും അതിനുള്ള കച്ചമ്പറും മറ്റൊക്കെ മുമ്പിൽ വെക്കണം. അപ്പോൾ അത് കൂട്ടും നല്ല ടേസ്റ്റ് ഉണ്ടായാലാണ്. അല്ലാണ്ട് വെറും ബിരിയാണി മാത്രമാണെങ്കിലോ തൊണ്ടക്കെട്ടി പോകും. കാരണം അതിന് കൂട്ടാനുള്ള സാധനമൊക്കെ അതിന് അടുത്ത് വരണം. അച്ചാറും അതുപോലെ തന്നെ മറ്റുള്ള സാമഗ്രിക്ക് വരണമല്ലോ, തൈരൊക്കെ അടുത്ത് വരണം. അതില്ലെങ്കിൽ തൊണ്ടക്കെട്ടി പോകും. ഇത് പറയുന്നത് പോലെ നമ്മൾ നിസ്കാരത്തിൽ ഒരുപാട് സുന്നത്തുകൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ഈ വിഷയം വളരെ ശ്രദ്ധിക്കണം. അതാണ് ഇവിടെ പറയുന്നത്. തക്ബീറത്തു തഹറം എന്ന് പറഞ്ഞാൽ ഇതാ കുന്തൽ ഇസ്ലാദ് വകബ്ബിർ, അത് ഹദീസിലുള്ളതാണല്ലോ. അപ്പോൾ നിസ്കാരത്തിൽ രണ്ടാമത്തെ ഫർദ് തക്ബീറത്തു തഹറം. അത് ഞാൻ പറഞ്ഞു തക്ബീറത്തു തഹറം എന്തുകൊണ്ട് അവിടെ വന്നു. അതിനു മുമ്പെല്ലാം വലാലായിരുന്നു. അല്ലാഹു അക്ബർ പറയലോട് കൂടെ പിന്നെ ഒന്നും നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ പാടില്ല. പിന്നെ ഈ കൈ കെട്ടലാണ് ഇപ്പോൾ ഈ പടി വന്നത്. അതിൻ്റെ തുടക്കം ഇബ്തിദായി സ്റ്റഡിയായി നിന്നിട്ട് അവിടെ അല്ലാഹു അക്ബർ ഇടയ്ക്ക് സ്റ്റോപ്പാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഫ്രീ ആയിട്ട് വരണം. പലപ്പോഴും ആളുകൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങുന്ന കാണുന്നു. അത് കണ്ടാൽ നിർത്താൻ വേണ്ടി പറയണം. കാരണം തക്ബീറത്തു തഹ്റമിൻ്റെ മഹത്വം വളരെ സുന്നത്തുള്ളതാണ്. ഒരുപാട് വിഷയമുണ്ട് ഇതിനെപ്പറ്റി. ഫത്വയിൽ തന്നെ ഞാൻ നോക്കി തന്നെയാണ് ഈ ഭാഗത്ത് വായിക്കുന്നത്. മക്റൂനും ബീബി നിയത്തോട് കൂടെ അന്വേഷിച്ച് തന്നെ വരണമെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കിട്ട് ഒരുപാട് വിഷയങ്ങൾ അതിനെപ്പറ്റി പറയാനുണ്ട്. ആകയാൽ നാം നിസ്കരിക്കുമ്പോൾ തക്ബീറത്തു തഹ്റം തക്ബീറിൽ കൈ കെട്ടേണ്ടത് എങ്ങനെയാ വെച്ചാൽ ഇവിടെ നിന്ന് ഇവിടത്തേക്ക് സ്റ്റോപ്പായി വരണം. അല്ലാഹു അക്ബർ ഇടത്തേക്ക്, അവിടെ നിന്ന് ഇങ്ങോട്ട് ഫ്രീ ആയിട്ട് വരണം. ഇതാണ് ഇന്നത്തെ വിഷയത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. എല്ലാ ആളുകളിലും പഴവ് വരുന്ന സംഗതിയാണ്. അത് എല്ലാ അലിമീങ്ങളിലും വന്നു പോകുന്നുണ്ട്, സെയ്തുമാറിലും വന്നു പോകുന്നുണ്ട്. അത് ശ്രദ്ധിക്കുക തന്നെ വേണം. അല്ലെങ്കിൽ സാധാരണക്കാരുടെ മുമ്പിൽ, അറിവുള്ളവരുടെ മുമ്പിൽ ഇങ്ങനത്തെയുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ വിഷമത്തിലായി പോകും. അള്ളാഹു താല നമ്മുടെ ഇൽമ് അള്ളാഹു സ്വീകരിക്കട്ടെ. ഇതെല്ലാവരിലേക്കും എത്തിക്കണം. വളരെ ഇമ്പോർട്ടൻ്റായ വിഷയമാണ് ഇത്. തക്ബീറത്ത് കെട്ടേണ്ടത് എങ്ങനെയാണത്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് ഒന്നും ചെല്ലാണ്ട് കെട്ടണം. അതാണ് സുന്നത്ത്. അല്ലാഹു അക്ബർ എന്നൊരു ഇവിടെ സ്റ്റോപ്പായി ഇവിടെ ഇങ്ങനെ വരണം എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളിയാഴ്ച രാവണ സ്ഥലത്ത് വർദ്ധിപ്പിക്കണം. ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.